Assalamu alaikum wa rahmatullah. Respected dignitaries and all my dear friends, good morning. ഞാൻ മുഹമ്മദ് ഹവാസ് കെ വി, നിങ്ങളുടെ കൂട്ടുകാരൻ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉക്കരപ്പറമ്പിൽ പഠിക്കുന്നു. എന്തായാലും ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഈ ഒരു മുഖത്തിൽ, ഈ ഒരു ഫേസിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ ഏറ്റവും പ്രശസ്തമായ പ്രോസ്പെക്ട്സ് ഇവിടെ അവതരിപ്പിച്ച ബഹുമാന പണ്ഡിതൻ മുസ്തഫ മദനി മമ്പാടിനോട് എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു പ്രസൻസ്, നമ്മുടെ ഈ ഒരു ഇരുത്തം, ഇതിൽ നമ്മളെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ ഇരുത്തത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ, അല്ലേ, ഈ വെയിലത്ത്, ഈ പൊരി വെയിലത്ത്, ഈ പന്തലിന്റെ നടുവിൽ വെയിലിന്റെ ആ തീഷ്ണതയിൽ പോലും നമ്മൾ ഇരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. എന്തായാലും ഇനി ഈ ഒരു സയന്റിഫിക് പ്രോസ്പെക്റ്റിൽ എങ്ങനെ നമ്മുടെ ഇസ്ലാമിനെ നമുക്ക് വീക്ഷിക്കാം, അല്ലേ? നിങ്ങൾ നോക്കൂ, ജസ്റ്റ് മിനിറ്റ്, ജസ്റ്റ് വാച്ച് ഹിയർ. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ പാനീയങ്ങൾ, അല്ലേ, നല്ല ജ്യൂസ് നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും ഒരു നിമിഷം ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നോക്കൂ, നമ്മുടെ കണ്ണ് 576 മെഗാ പിക്സലുള്ള നമ്മുടെ കണ്ണ്, അല്ലേ? ഇന്നലെ വാങ്ങിയ ഒരു ഐഫോൺ 7ന്റെ 12 മെഗാ പിക്സലിനേക്കാളും എത്രയോ ഇരട്ടി വരുന്ന നമ്മുടെ കണ്ണുകൾ. ആ കണ്ണുകളെ ഞാൻ ക്ഷണിക്കുന്നു. ക്യാപ്ചറിംഗ് യുവർ ഐസ് ഇൻ ടു ദിസ് സ്റ്റേജ്. നോക്കൂ, നമ്മള് എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അല്ലേ, എത്രയോ ദിവസങ്ങൾ നമ്മളെ പേര് നടന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം നമ്മൾ മറന്നു പോവുകയാണ്, അല്ലേ? ഇന്ന് രാവിലെ ബസ്സിലേക്ക് കയറുന്ന നിമിഷം, ഒരു നിമിഷം ഉപ്പയുടെ ആ സ്വരം നമ്മൾ മറന്നുപോയി, നമ്മൾ കേൾക്കാതെ പോയി, അല്ലേ? പൊന്നുമോനെ, നീ ശ്രദ്ധിക്കണം കേട്ടോ. പൊന്നുമോനെ, നീ സലാം പറയാൻ മറന്നു കേട്ടോ. പൊന്നുമോനെ, നീ സൂക്ഷിക്കണം കേട്ടോ. ആ ഉമ്മ, ആ ഉപ്പ ഉമ്മയോട് സലാം പറഞ്ഞു മടങ്ങിയ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് നമ്മൾ സ്വയം വിചിന്തനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉമ്മയും ഉപ്പയും എത്ര സ്നേഹം നമുക്ക് തരുന്നുണ്ടെന്ന്, അല്ലേ? നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരനായി, നമ്മുടെ ഒരു കൂട്ടുകാരിയായി മാറ്റാം, അല്ലേ? നിങ്ങളെ ക്ഷണിക്കുന്നു ശിഹാബ് എടക്കരയുടെ, ബഹുമാന പണ്ഡിതൻ ശിഹാബ് എടക്കരയുടെ നല്ല ഒരു ക്ലാസ്സിലേക്ക്. ക്ലാസ് അല്ല, സംസാരമല്ല, മറിച്ച് സൗഹൃദ സംഭാഷണമാണ്. ശ്രദ്ധിച്ചുകൊള്ളുക. നല്ല ഒരു സൗഹൃദ സംഭാഷണത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اتقوا الله. ആദരണീയരായ പണ്ഡിതന്മാരെ, എംഎസ്എമ്മിന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ഭാരവാഹികളെ, ഇവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ദഅ്വാ സമിതിയുടെ നേതൃനിരയിലെ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, മഞ്ചേരി സോണിന്റെ ഈസ്റ്റ് ജില്ലയുടെ 20 ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അങ്കണത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ പന്തലിൽ ഹൈസക്കിനു വേണ്ടി
നേരത്തെ എത്തിച്ചേർന്ന അനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു ഇതൊരു പുണ്യകർമ്മമായി, സുഹൃതമായി, സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മയോടും വാപ്പയോടും ചെറുപ്പത്തിൽ കൈപിടിച്ച് ഉമ്മയോട് സലാം പറയാതെ, വാപ്പയോട് സലാം പറയാതെ മദ്രസ സമയത്ത് വീട്ടിൽ നിന്ന് നമ്മൾ പോവാറില്ല. അത്ര ഇഷ്ടായിരുന്നു ഉമ്മാനോട്, അത്ര അടുപ്പമായിരുന്നു ഉപ്പയോട്. എന്തൊരു സ്നേഹമാണ്. ഉപ്പ അങ്ങാടിയിലേക്ക് പോകുമ്പോ ഉപ്പാനോട് ചോദിക്കും, ഞാനും വരട്ടെ. ഉപ്പാക്ക് അങ്ങാടിയിൽ വന്ന് മറ്റു ചില സ്ഥലത്തേക്കൊക്കെ പോവാനുള്ളത് കൊണ്ട് ഉപ്പ പറയും, ഈ സമയത്ത് വരണ്ട, പിന്നെ കൊണ്ടുപോവാൻ. നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പ്രയാസമായിരുന്നു. വാവിട്ട് കരയും. ഉപ്പയുടെ ബൈക്കിന് പിറകെ ഓടി നോക്കും. പിടുത്തം കിട്ടാതെ പോയത് കൊണ്ട് ദേഷ്യം ഉമ്മയോട് തീർക്കും. ഉപ്പയുടെ കൂടെ അങ്ങാടിയിലേക്കെത്താൻ ഞാൻ വെറുതെ പോവാണ് മോനെ, മോളെ എന്ന് പറഞ്ഞാലും എനിക്കൊന്നും വാങ്ങിത്തരണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരാനാണ് എന്ന് പറഞ്ഞ് ഉമ്മയോടും വാപ്പയോടും വല്ലാത്ത ഇഷ്ടം കാണിച്ചവരായിരുന്നു നമ്മളൊക്കെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇനി ഞങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 8th, 9th, 10th, +1, +2 ഒക്കെ എത്തിയ നമ്മളെ ഇപ്പോ സ്കൂളിലേക്ക് പോകുമ്പോ, ക്യാമ്പസിലേക്ക് പോകുമ്പോ ഉമ്മയോട് കൈപിടിച്ച്, ഉപ്പയോട് കൈപിടിച്ച് എല്ലാ ദിവസവും സലാം പറഞ്ഞ് പോകുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? ഒന്ന് കൈപൊക്കിക്ക. സത്യം പറഞ്ഞാ മതി. എല്ലാ ദിവസവും ഉമ്മാനോട് ഉപ്പാനോട് കൈപിടിച്ച് ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് പോകുന്നവർ മതി. ആൺകുട്ടികളെ ഭാഗത്ത് നിന്ന് 10-20 പേരുണ്ട്. അപ്പൊ ഉപ്പയും ഉമ്മയും ഉറവ് പറ്റാത്ത സ്നേഹത്തിന്റെ പ്രഭവമാകുമ്പോ എന്തുകൊണ്ടാണ് പക്വതയും പ്രായപൂർത്തിയും എത്തുമ്പോ ഉമ്മയിൽ നിന്ന്, വാപ്പയിൽ നിന്ന് നമ്മൾ പതുക്കെ അകന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അകൽച്ച അറിഞ്ഞും അറിയാതെയും കടന്നു വരുന്നത്? ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കാൻ, എനിക്ക് എന്റെ കാര്യം നോക്കാനായി എന്നൊരു തോന്നൽ അറിയാതെ പൈശാചികമായ ചിന്തയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഇതൊരു പ്രോജ്വലമായ പ്രസംഗത്തിന്റെ വേദിയല്ല. ഞാൻ നിങ്ങളോട് ചിലത് ചോദിക്കും എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും പതുക്കെ സംസാരിക്കുന്ന എന്റെ സംസാരത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുകയും വേണം. ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് സംശയങ്ങളും ഡൗട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പാനൽ ഡിസ്കഷൻ വരാൻ പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ചിന്തനീയമായ, അർത്ഥവത്തായ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും അതിന് ഇസ്ലാമികമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഈ സ്റ്റേജിൽ നിന്ന് മറുപടി ലഭിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിമനോഹരമായ ഒരു ക്ലാസ്സാണ് ഇവിടെ അവസാനിച്ചത്, ഒരു പ്രസംഗം. ഇനി ഉമ്മയും ഉപ്പയും ആരാണവർ? അവരോട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള കടപ്പാടുകൾ എന്താണ്? ആ മാതാവിനെ തുല്യമാക്കി വെക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് വേറെ എന്തുണ്ട്? അള്ളയും റസൂലും മാറ്റി നിർത്തിയാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ മായാവലയത്തിൽ ആരെങ്കിലും ഉണ്ടോ? മാതാവിനോടൊത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ
ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഉപ്പയോടൊത്ത് പറയാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു പുരുഷൻ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? സുഹൃത്തുക്കളെ, എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ പോലെ ഇവിടെ പ്രസംഗിക്കുന്ന മിക്കവാറും ആളുകളൊക്കെ വിവാഹിതരായിരിക്കും. നിങ്ങളിപ്പോ പഠനരംഗത്ത് ശ്രദ്ധയും താല്പര്യവും കാണിക്കേണ്ടവരാണ്. വിവാഹിതനായ എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു യാത്രയിൽ രാത്രി 11 മണി 12 മണി ആയാൽ എന്റെ ഭാര്യ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അവൾ എന്നെ വിളിക്കും. വിളിച്ചിട്ട് എന്നോട് ചോദിക്കും, നിങ്ങൾ സലാം പറയും, ഞാൻ മടക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും, അവള് മടക്കും. എന്നിട്ട് അവളുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ എവിടെ എത്തി എന്നായിരിക്കും. ഇനി നിങ്ങളെ കാക്കാമാരോട് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പാനോട് ചോദിക്കുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ എവിടെ എത്തി? യാത്രയുടെ സമയത്തിനും യാത്രക്കും അനുസരിച്ച് ഒരു സ്ഥലം ഞാൻ പറയും, ഞാൻ എത്തിയ സ്ഥലം. ചിലപ്പോ രണ്ടാമത്തെ ചോദ്യം വരും, അവിടെ എത്തിയിട്ടുള്ളൂ? എന്റെ ഉമ്മ 11 മണിക്കോ 12 മണിക്കോ എന്നെ വിളിക്കും, മോനെ സലാം പറയും, തിരിച്ചു പറയും, ചിലപ്പോ മടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. പറയൽ ആദ്യം ചിലപ്പോ അവിടുന്ന് തുടങ്ങാം, ഇവിടുന്ന് തുടങ്ങാം. ഉമ്മയുടെ ആദ്യത്തെ ചോദ്യം, മോനെ രാത്രി 11 മണിയായല്ലോ, നീ വല്ലതും കഴിച്ചിട്ടുണ്ടടാ? നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് എന്റെ ഉമ്മ എന്നോട് ചോദിക്കാറുള്ളത്. നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പയാകുന്ന മകനോട് എങ്ങനെയാണ് ചോദിക്കാറുള്ളത് എന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ ഒരു വീഴ്ച സംഭവിച്ച് ഞാനൊന്ന് വീണുപോയി, എന്റെ കൈയും കാലും തകരാറ് സംഭവിച്ച് പരിക്ക് സംഭവിച്ച് ബാൻഡേജ് ഇട്ടിരിക്കാന്ന് വിചാരിച്ചോ? ഞാൻ ടോയ്ലറ്റിലേക്ക് പ്രയാസപ്പെട്ട് വീൽ ചെയറിൽ ഇരുന്നോ അല്ലെങ്കിൽ പതുക്കെ നടന്നോ ചെന്നിരുന്നു. എനിക്ക് ആരെ വിളിക്കാൻ പറ്റുമോ ഒരു സഹായത്തിന്? എന്റെ പെങ്ങളെ വിളിക്കാൻ പറ്റുമോ? വേറെ മാർഗമില്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ചെല്ലും വിളി. പക്ഷേ ഞാൻ ആദ്യം വിളിക്കുക എന്റെ ഉമ്മയായിരിക്കും. എന്റെ ശരീരത്തിന്റെ ഒരു കാക്കാപ്പുള്ളി പോലും കണ്ട് എന്നെ ഓമനിച്ച് എന്നെ താലോലിച്ച് ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ഉമ്മയുടെ മടിത്തട്ടിലിരുന്ന് തുരുതുരാ എന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച്, പ്രിയപ്പെട്ടവരെ, എന്നെ വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഉമ്മ, ഞാൻ എന്റെ കൈയും കാലും തകരാറായി ബാത്റൂമിൽ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഉമ്മ വിളിച്ചപ്പോ തിരിഞ്ഞ് അങ്ങോട്ട് പോയ 8ാം ക്ലാസ്സുകാരാ, 10ാം ക്ലാസ്സുകാരാ, +1ലെയും +2ലെയും എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, ഒരു പരിക്ക് സംഭവിച്ച് ടോയ്ലറ്റിൽ വേറൊരാളുടെ സഹായം വേണം, ബാത്റൂമിൽ വേറൊരാളുടെ സഹായം വേണം എന്ന് നിങ്ങൾക്ക് ഉറപ്പാകുന്ന സമയത്ത് ആദ്യത്തെ വിളി ഉമ്മ എന്നായിരിക്കും. ഉമ്മ എന്നായിരിക്കും. വേറെ ഒരു ഫ്രണ്ട്സിനും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മായ വലയത്തിൽ നിൽക്കുന്നവർക്കും എനിക്ക് പരിധിയുണ്ട്. എന്റെ വിളി, ആദ്യത്തെ വിളി എന്റെ ഉമ്മയ്ക്ക് നേരെയായിരിക്കും. ആർദ്രതയുള്ള എന്റെ ഉമ്മ, എന്നോട് സ്നേഹം കാണിക്കുന്ന എന്റെ ഉമ്മ, എന്നോട് വാത്സല്യം കാണിക്കുന്ന എന്റെ ഉമ്മ, എന്റെ പ്രായവും എന്റെ ശരീരത്തിന്റെ ബലവും എന്റെ വലുപ്പവും എന്റെ കായികമായ ഏറെ ശക്തിയുള്ള എന്റെ ശരീരമൊന്നും ഉമ്മക്ക് പ്രശ്നമല്ല. ആ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് അതേ വേദനയ്ക്ക് മേൽ വേദന കൊടുത്ത് മാസങ്ങൾ പൂർത്തിയാക്കി ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം മാതാവിനും പിതാവിനും വല്ലാത്ത സ്ഥാനമാണ് നൽകിയത്. അവർ മക്കളോട് കാണിക്കുന്ന സ്നേഹം ലോകത്ത് അള്ളയും അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് മാറ്റി നിർത്തിയാൽ മനുഷ്യ ലോകത്ത് വേറൊരാളും കാണിക്കാനില്ല എന്ന പരമയാഥാർത്ഥ്യത്തെ, നഗ്നമായ യാഥാർത്ഥ്യത്തെ, സത്യത്തെ ഞാനും നിങ്ങളും അറിയണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ്. ആ ഉമ്മയോട് ചേ എന്നൊരു വാക്ക് പറയാൻ പാടില്ല എന്ന് പഠിച്ചവരാ നമ്മളൊക്കെ. ആ ഉമ്മയോട് ചേ എന്നൊരു വാക്ക് പറയാൻ പാടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഇരിക്കുന്ന എന്റെ പെങ്ങന്മാരോടും എന്റെ അനുജന്മാരോടും ഞാൻ ചോദിക്കാണ്, നിങ്ങളൊക്കെ നാവിലൂടെ ഉമ്മാനോട് വാപ്പാനോട് സംസാരിച്ചു പോയത് ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണോ? ആണോ? ചിന്തിക്കുന്നുണ്ടോ? ആണോ അല്ലേ എന്ന് മനസ്സിനോട് ചോദിക്ക്. എന്റെ ഉമ്മയോട് ഞാൻ തട്ടിക്കയറി സംസാരിച്ചിട്ടുണ്ടോ? എന്റെ വാപ്പ കേൾക്കാതെ ഞാൻ വാപ്പയെ പ്രാഗി പറഞ്ഞിട്ടുണ്ടോ?
ഉണ്ടോ? ചുക്കിച്ചൊളിഞ്ഞ, ഏറെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ ഉപ്പ, ഏറെ അധ്വാനിച്ച എന്റെ ഉമ്മ. ഒരു പെണ്ണും ഒരു കൂലിവേലക്കൊന്നും പോവാൻ ആഗ്രഹിക്കുന്നില്ല. അവള് വീട്ടില് അടങ്ങി ഒതുങ്ങി ഇരുന്ന് അങ്ങനെ കടന്നു വരുന്ന ഉപ്പക്ക് സ്വാതന്ത്ര്യമേകി ഈ മക്കളെ പരിപാലിച്ച്, ഈ മക്കളെ താലോലിച്ച്, ആ മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് വീട്ടിലിരിക്കാനാണ് ഏതൊരു ഉമ്മക്കും ആഗ്രഹം. നിർവൃതിയില്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ മാർഗമില്ലാതെ, നിവർത്തിയില്ലാതെ. സുഹൃത്തുക്കളെ, ഉമ്മമാർ പുറത്തിറങ്ങി അവരെ കൊണ്ട് പറ്റുന്ന ജോലിക്ക് ചെയ്യേണ്ടി വന്നത്, പോവേണ്ടി വന്ന ഉമ്മമാരുണ്ടാകും, കഷ്ടപ്പെടേണ്ടി വന്ന മാതാക്കൾ ഉണ്ടാകും, പ്രയാസപ്പെടേണ്ടി വന്ന മാതാക്കൾ ഉണ്ടാകും. ഒരാളുടെ മുന്നിൽ ചെന്ന് തന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, തന്റെ മകന്റെ ഉയർച്ചയ്ക്കു വേണ്ടി കണ്ണീരൊലിപ്പിച്ച മാതാപിതാക്കൾ ഉണ്ടാകും. അള്ളാഹു നമ്മുടെ ഉമ്മക്കും നമ്മുടെ ഉപ്പക്കുമൊക്കെ ഏറെ ഏറെ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ഞാൻ ചോദിക്കട്ടെ, ആ ഉമ്മ, ആ കഷ്ടപ്പെടുന്ന ഉമ്മ, ആ പ്രയാസപ്പെട്ട ഉപ്പ നേരം വൈകി 12 മണിക്ക് നമ്മുടെ ഉപ്പ വീട്ടിലെത്തിയാല്, എവിടെ? മഞ്ചേരിയിൽ, കോഴിക്കോടൊക്കെ ചെറിയൊരു ജോലിക്ക് വേണ്ടി പോയി 4 ദിവസം അവിടെ നിന്ന് 5-ാമത്തെ ദിവസം വീട്ടിൽ തിരിച്ചെത്തുമ്പോ നിങ്ങളെ കാണാതെ പോയത് വെറും 4 ദിവസം. തൊട്ടിലിൽ കിടക്കുന്ന നിങ്ങളുടെ തൊട്ടിലിന്റെ അടുത്തേക്ക് വന്ന് ആ തൊട്ടി തുണി കെട്ടിയ കയറുണ്ടല്ലോ, ആ കയറിൽ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ആ കുഞ്ഞിനെ ഉണർത്താതെ, എന്നെ ഉണർത്താതെ, നിങ്ങളെ ഉണർത്താതെ ഉപ്പ കയറിങ്ങനെ മെല്ലെ പൊക്കിയെടുത്ത് നിങ്ങളുടെ വയറ്റത്തും നിങ്ങളുടെ നെഞ്ചത്തും നിങ്ങളുടെ ചുണ്ടിലും നിങ്ങളുടെ നെറ്റിത്തടത്തിലും ഉമ്മ വെച്ച് കയറങ്ങ് താഴോട്ടിടാതെ പതുക്കെ ഇറക്കി വെച്ച്, ഉണർത്തണ്ട, ഇനി കരഞ്ഞു പോയാൽ അത് ആ സങ്കടം എനിക്ക് കാണാൻ കഴിയില്ലെന്ന് വിചാരിച്ച് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ ഉമ്മ വെച്ച് ആ പാതിരാത്രിയിൽ 12 മണിക്ക് തളർന്നു വന്നിട്ടും എവിടെ മോൻ കിടക്കുന്നത്, എവിടെ മോള് കിടക്കുന്നത് എന്ന് ചോദിച്ച് 3 വയസ്സുള്ള നമ്മുടെ നെറ്റിത്തടത്തിലും നമ്മുടെ ശരീരത്തിന്റെ കാലിലും കയ്യിലൊക്കെ ഉമ്മ വെച്ച് ഉറങ്ങാൻ പോയ ഉപ്പയെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഉപ്പ നമുക്കിന്ന് ചുക്കിച്ചുളിഞ്ഞപ്പോ നാണമായി അല്ലേ? കൂട്ടുകാരന്മാരുടെ വാപ്പയും കൂട്ടുകാരന്മാരുടെ ഉപ്പമാരുമൊക്കെ നല്ല ടിപ് ടോപ്പിൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിലേക്ക്, ക്യാമ്പസിലേക്ക് വരുമ്പോ കൂലിപ്പണിക്കാരനായ എന്റെ ഉപ്പ ചുക്കിച്ചൊളിഞ്ഞ് കാണാൻ അത്ര ഗ്ലാമർ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോ പ്രിയപ്പെട്ടവരെ, ഉപ്പ നമുക്ക് ഒരു ശല്യമായി തോന്നാറുണ്ടോ? ഉണ്ടോ? ഉമ്മ നമുക്കൊരു ഡിസ്റ്റർബായി തോന്നാറുണ്ടോ? ഇതെന്റെ ഉപ്പയാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നുണ്ടോ? ഹൃദയത്തിൽ വലിയ രോഗമാണ് പിടികൂടിയിട്ടുള്ളത്. എന്റെ വാപ്പ എത്ര ചുക്കിച്ചുളിഞ്ഞാലും, എന്റെ ഉമ്മ എത്ര ചുക്കിച്ചുളിഞ്ഞാലും, കാണാൻ ഒരു ഭംഗിയില്ലെങ്കിലും, നടക്കാൻ കഴിയാത്തൊരവസ്ഥയെത്തിയാലും അഭിമാനബോധം നിലനിർത്തിക്കൊണ്ട് ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, ആ ഉമ്മക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടത് ഞാനാണ്, 5 മക്കളിൽ ആദ്യം ഉമ്മക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാൻ ഞാനാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുവാനുള്ള അഭിമാനത്തിന്റെ ബോധം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ വിശ്വാസാചാര രംഗങ്ങളിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ലാഭമാണ് ഈ ലോകത്തും പരലോകത്തും നമുക്ക് നേടിത്തരുന്നത്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ, ഒരു വലിയ വിശ്വാസാചാരത്തിന്റെ ഭാഗമായി മാറാൻ എനിക്കും നിങ്ങൾക്കും ഉമ്മയെ തൊട്ട് ഉപ്പയെ തൊട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഓർത്തെടുക്കേണ്ട ചിലതാണ് എന്ന് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ എത്ര വചനങ്ങളുണ്ട്! പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹദീസുകളിലൂടെയാണ് ആ മാതാപിതാക്കളെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരിക്കലൊരു മനുഷ്യൻ വന്ന നബിയോട് ചോദിക്കുകയാണ്, ദാ നബിയേ, ഞാന് ജിഹാദിന് ഇറങ്ങി പുറപ്പെടാൻ പോവുകയാണ്, യുദ്ധക്കളത്തിലേക്ക് പോകുന്ന സഹാബത്തിന്റെ കൂട്ടത്തിൽ ഞാനും വരാൻ തയ്യാറാവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് അതാ ആ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം ഗൗരവത്തോടു കൂടി നിങ്ങൾ കാണണം. എന്താ ചോദിച്ചെന്നറിയുമോ? ശരി, നിങ്ങൾക്ക് ഈ വന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, പ്രായമുള്ള ഉമ്മയും വാപ്പയും ഉണ്ടോ? അതേ, ഉമ്മയും വാപ്പയും, പ്രായമുള്ള ഉമ്മയും വാപ്പയും വീട്ടിലുണ്ട് എന്ന് മറുപടി കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരിലേക്ക് തിരിച്ചു പോയിക്കോ, അവരിലേക്ക് തിരിച്ചു പോയിക്കോ, എന്നിട്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞ് സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ പോലും മാതാപിതാക്കളിലേക്ക് തിരിച്ചയക്കുന്ന ഘട്ടം സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫർജി, നീ മടങ്ങ്,
എവിടേക്ക്? ഒരാൾ വന്നപ്പോ ഒരാളുടെ ഉപ്പയാണ് വീട്ടിലുള്ളത്, അവിടേക്ക് മടങ്ങിക്കോ എന്ന് പറഞ്ഞു. വേറൊരാൾ വന്നപ്പോ ഉമ്മയാണ് വീട്ടിലുള്ളത്, ഇലാ ഉമ്മിക്, നിന്റെ ഉമ്മയുടെ അടുക്കലേക്ക് നീ മടങ്ങിപ്പോ. അത് വലിയ ജിഹാദാണ്, അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്, നീ വരേണ്ടതില്ലെന്ന് പറഞ്ഞ് ഉമ്മയുടെ അടുക്കലേക്ക്, വാപ്പയുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ടവരെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചയക്കുന്ന രംഗം എനിക്കും നിങ്ങൾക്കും ഹദീസിൽ നിന്ന് വായിക്കാൻ പറ്റും. എങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, ഉമ്മ, ഒരു സഹാബിയുടെ കഥ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കട്ടെ. ഒരു സഹാബി ഉക്കാല ചന്തയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ചന്തയിലേക്ക് പോവാൻ ഒരുങ്ങാണ്. ഉമ്മ പറഞ്ഞു, മോനെ, നാളെ ചന്തയുള്ള ദിവസമാണ്, നീ രാവിലെ പോയി ചന്തയിൽ പോയി ചില സാധനങ്ങളൊക്കെ വാങ്ങി വരണം എന്നാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത്. സഹാബിയുടെ ഉമ്മ പറഞ്ഞു, നാളെ രാവിലെ നീ ഉക്കാല ചന്തയിലേക്ക് പോകണം. നേരം പുലർന്നു, സുബഹി നിസ്കാരം കഴിഞ്ഞു. സഹാബി ഉമ്മയുടെ മുന്നിലെത്തി. ചരിത്രത്തിൽ നിന്ന് വായിക്കുന്ന ഭാഗമാണ്, ഹദീസിന്റെ പരാമർശമല്ല. ഈ സഹാബി വന്ന് ഉമ്മയുടെ മുന്നിൽ നിന്നു, ഉമ്മ, ഞാൻ ചന്തയിലേക്ക് പോവാണ്, എന്താണ് വാങ്ങേണ്ടത്, എന്തിനാ ഞാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഉമ്മയോടുള്ള അപമര്യാദയായി പോകുമോ എന്ന് വിചാരിച്ചിട്ട്, ഉമ്മ, ഞാൻ എന്തിനാ പോവേണ്ടത്, നിങ്ങൾ പോവണം എന്നറിഞ്ഞിരുന്നു, ഇതുവരെ എന്തിനാ പോവേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ ഉമ്മയോട് തിരിച്ചു ചോദിച്ചാൽ ഉമ്മയോടുള്ള അപമര്യാദയായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മയുടെ മുന്നിൽ ചെന്ന് പറഞ്ഞു, ഉമ്മ, ഞാൻ ചന്തയിലേക്ക് പോവാട്ടോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഉമ്മ സലാം അടക്കിയിട്ട്, ദാ പോവല്ലേ, ഇവിടെ വാ, പോവണ്ടേ, എന്തിനാ പോകുന്നത്, സാധനങ്ങൾ വാങ്ങാനല്ലേ, അത് ഞാൻ പറഞ്ഞു തരാ, എഴുതി വെച്ചോന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെന്ന് പറഞ്ഞത്. ഉമ്മ പറഞ്ഞു, പൊയ്ക്കോന്ന് പറഞ്ഞു. അയാൾ നേരെ ചന്തയിലേക്ക് പോവുകയാണ്. ചന്ത വരെ നടന്ന് തിരിച്ചിങ്ങോട്ട് വന്ന് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, ചന്തയിൽ പോയി തിരിച്ചു വന്നു. ഉമ്മ പറഞ്ഞു, വെറുതെ പോകാൻ പറഞ്ഞതല്ലല്ലോ, സാധനങ്ങൾ വാങ്ങാനല്ലേ, അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അത് നിങ്ങളോട് ചോദിച്ചാൽ ഒരു അപമര്യാദയായി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ കുറെ സമയം തിരിഞ്ഞു കളിച്ചത്. നിങ്ങളൊന്നും പറഞ്ഞില്ല, നിങ്ങൾ ചന്തയിലേക്ക് പോകാൻ പറഞ്ഞു, ഞാൻ പോയി തിരിച്ചു വന്നു, ഇനി നിങ്ങൾ പറഞ്ഞോളൂ, രണ്ടാമത് ഞാൻ പോയിക്കൊള്ളാൻ. നമ്മള് അസർ നമസ്കാരം കഴിഞ്ഞ് കളിക്കുകയാണ്, മുറ്റത്ത് ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. ഉമ്മ അങ്ങനെ വരുന്നുണ്ട്, കൂട്ടുകാരന്മാരോട് പറയാണ്, വരുന്നുണ്ട് ഉമ്മ, നല്ല കുറച്ചൊക്കെ കോമൺ സെൻസും ദീനി ബോധമുള്ള ആള് പറയും, ഉമ്മ വരുന്നുണ്ട്, എന്തോ ഒരു പണി തരാനാണ്. ചില ആളുകൾ പറയാണ്, തള്ള വരുന്നുണ്ട്. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ. ചില കുട്ടികൾ തരുന്ന മറുപടിയാണ്, ഞാൻ കേട്ടുപോയ ചില സംസാരങ്ങളാണ് പറയുന്നത്. 10 കൊല്ലം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ഈ പരിസര പ്രദേശത്തുള്ള ഒരു വാപ്പ, ഒരു വർഷം 1 മാസമാണ് ലീവ്. അറബിനോട് പറയാണ്, എനിക്കൊരു വർഷത്തിൽ 1 മാസം കിട്ടിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് 2 കൊല്ലം കൂടുമ്പോ നിങ്ങൾ 2 മാസം തന്നാൽ മതി, ഒരുമിച്ച് തന്നാൽ മതി, ഞാൻ എല്ലാ വർഷവും പോകുന്നില്ല. അപ്പോ ഈ വർഷം നിങ്ങൾ തരാൻ വിചാരിച്ച ടിക്കറ്റിന്റെ പൈസ കൂടി എനിക്ക് അധികമായി തന്നാൽ മതി. സമ്മതിച്ചു. അങ്ങനെ 2 വർഷത്തിൽ അയാൾ നാട്ടിലേക്ക് വരും, 2 മാസം നാട്ടിൽ നിൽക്കും. ഓർത്തോ, മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ജോലിയാണ്. എനിക്ക് നേരെ പരിചയമുള്ള ഒരു ഉപ്പയുടെ കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. സുഹൃത്തുക്കളെ, 2 കൊല്ലം കൂടുമ്പോ 2 മാസം നാട്ടിൽ വരും. ശരി, 10 കൊല്ലായി അയാൾ ഗൾഫില് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എത്ര മാസം നാട്ടിൽ നിന്നു? 10 വർഷത്തിൽ 10 മാസം അല്ലേ? 10 വർഷത്തിൽ 10 മാസം. ചിന്തിക്കുന്നുണ്ടോ? 9 വർഷവും ബാക്കി പ്രിയപ്പെട്ടവരെ 2 മാസവും അയാൾ വിദേശത്താണ്. ഉമ്മാന്റെ കൂടെ, മക്കളുടെ കൂടെ അയാൾക്ക് കുടുംബജീവിതം നയിക്കാൻ പറ്റിയത് വെറും 10 മാസം. 10 കൊല്ലത്തിനിടയിൽ എന്നിട്ട് കഷ്ടപ്പെട്ട് വളർത്തി. ഓരോ മാസവും കിട്ടുന്ന ക്യാഷ് ചെലവിന് മാത്രം എടുത്തു വെച്ച്, റൂമിനടക്കാനുള്ള വാടക എടുത്തു വെച്ച് നാട്ടിലേക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. മൂത്ത മകൻ അതെടുക്കും. അതെ, മൂത്ത മകനാണല്ലോ, വാപ്പില്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് പരിചയമുള്ള കുടുംബത്തിന്റെ ചിത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ 2 കൊല്ലമാകുമ്പോ വാപ്പ വരുന്നുണ്ട് 10-ാം തീയതി എന്ന് അറിഞ്ഞപ്പോ അങ്ങാടിയിലിരുന്ന് ഈ ചങ്ങാതി കൂട്ടുകാരന്മാരോട് പറയാ, ഇനി 2 മാസം സ്വൈര്യല്ല, തന്തപ്പൊടി വരുന്നുണ്ട് എന്ന്. സുബ്ഹാനല്ലാ, സഹിക്കാൻ പറ്റാത്ത വാക്കാണ്. കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടു. ഈ മക്കളെ ഓർത്ത്, മൂത്തമോൻ പഠിക്കുകയാണല്ലോ, രണ്ടാമത്തവൻ പഠിക്കുകയാണല്ലോ, ഇതേ ഏറ്റവും ചെറുത് പെൺകുട്ടിയാണ്, അവളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാട്ടിൽ പോയി മക്കളുടെ കൂടെ നിൽക്കാൻ കൊതിയുള്ള, മോഹമുള്ള, അഭിലാഷമുള്ള, ആഗ്രഹമുള്ള വാപ്പ കൂട്ടുകാരന്മാരോട് പറയാണ്, അവരൊക്കെ പഠിച്ചിട്ട് ഒരു നിലക്കെത്തട്ടെ, എന്നിട്ട് വേണം എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു പെട്ടിക്കടയെങ്കിലും ഇട്ടിട്ട്
നാട്ടിൽ തന്നെ ഭാര്യന്റെയും മക്കളുടെയും കൂടെ ഇരിക്കാൻ, ഒന്ന് അവരുടെ കൂടെ സന്തോഷിക്കാൻ. ആ വാപ്പ 2 കൊല്ലം കൂടുമ്പോ 2 മാസം ലീവിന് വരുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത മകനാണ് ഈ വാപ്പ മരുഭൂമിയിൽ ചോരനീരാക്കി പണിയെടുത്തതിന്റെ കൂലി ഇവിടെ ആസ്വദിച്ച് ജീവിക്കുന്നത്. കൂട്ടുകാരന്മാർക്ക് മുമ്പിൽ നെളിഞ്ഞ്, കൂട്ടുകാരികൾക്ക് മുമ്പിൽ ഷൈൻ ചെയ്ത്, വാപ്പ വാങ്ങിക്കൊടുത്ത ബൈക്കിൽ ക്യാമ്പസിലെത്തി അടിച്ചു പൊളിച്ച് ജീവിതം നയിക്കുന്നവൻ, വാപ്പ കഷ്ടപ്പെട്ട് 2 കൊല്ലത്തിൽ 2 മാസം നാട്ടിൽ നിൽക്കാൻ കൊതിച്ച് മോഹിച്ചു വരുമ്പോ അതൊരു ശല്യമായി കാണുന്ന മക്കൾ, ഈ മക്കൾക്ക് വേണ്ടിയാണ് പാവപ്പെട്ട പിതാവ് ഒന്നുമറിയാതെ മരുഭൂമിയിലെ കടുത്ത ചൂട് സഹിച്ച് ഈ മക്കളെ ഓർത്ത്. നോക്കൂ, ഉച്ചക്കൊരു ഭക്ഷണം അധികം എടുത്താൽ ആ കാശ് നഷ്ടമാകും. വൈകുന്നേരം തളർന്നിരിക്കുമ്പോ വേണ്ട ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചാൽ അതും എന്റെ സാലറിയിൽ നിന്ന് കട്ടായി പോകും. അതുകൊണ്ട് വേണ്ട, പിശുക്കിയെടുത്ത് പതുക്കെ പതുക്കെ ജീവിതം പരമാവധി ലിമിറ്റ് ചെയ്ത് ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉപ്പയെ കുറിച്ച് ഓർക്കാൻ ഗൾഫുകാരുടെ മക്കളെ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ, പ്രവാസികളുടെ മക്കൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ. ഓർക്കാൻ സാധിച്ചിട്ടുണ്ടോ ആ ഉപ്പയുടെ വേദന, ആ ഉപ്പയുടെ രോധന, ആ ഉപ്പയുടെ അഭിലാഷങ്ങൾ, ആ ഉപ്പയുടെ മോഹങ്ങൾ, ആ ഉപ്പയുടെ സ്വപ്നങ്ങൾ, ആ ഉപ്പ പൂവണിഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുവാൻ എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ സാധിച്ചിട്ടുണ്ടോ എന്ന എന്റെ എളിയ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് ചിലത് ചോദിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ ഉപ്പ ആർക്കു വേണ്ടി കഷ്ടപ്പെടുക? സുഹൃത്തുക്കളെ, എനിക്കൊന്നും വേണ്ട, ഒരു നല്ല ഡ്രസ്സ്, വാപ്പാന്റെ പെട്ടി, കുടുംബക്കാരും മക്കളൊക്കെ കൂടി അഴിക്കാണ്. ഗൾഫിൽ നിന്ന് വന്ന ഉപ്പയുടെ പെട്ടി, ഉപ്പാക്ക് എത്ര കൂട്ടുണ്ടാവും അതില്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത്? ദാ മോക്കുണ്ട്, മോനുണ്ട്, ഉപ്പാന്റെ അനുജനുണ്ട്, ജേട്ടനുണ്ട്, കുടുംബത്തിൽ പലർക്കുണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്. ഉപ്പാക്ക് എത്ര കൂട്ടുണ്ടാവാറുണ്ട്? ഉണ്ട്. നിങ്ങൾ ആലോചിക്ക്, ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഉപ്പൻ്റെത് എവിടെ? അതെടുത്ത് വെച്ചിട്ട് മതി ഞങ്ങൾക്കൊക്കെ എന്ന് പറയാൻ. ആ ഉപ്പ എനിക്ക് വേണ്ട ഉള്ള കാശ് കൊണ്ട് സന്തോഷിപ്പിക്കാ മക്കളെ എന്ന് വിചാരിക്കുന്ന വാപ്പയെ മറന്നു പോകുന്ന പുതിയ തലമുറ. സഹിക്കാൻ പറ്റാത്തതാണത്, ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. സുഹൃത്തുക്കളെ, ഈ വാക്ക് ഉണ്ടല്ലോ, എങ്ങനെ എന്ന വാക്ക്, ഉഫ് എന്ന പ്രയോഗം, ഖുർആൻ പ്രയോഗിച്ച വാക്കില്ലേ, പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതാണോ നമ്മൾ പ്രയോഗിക്കുന്നത്? അതിനപ്പുറമുള്ള പ്രാഗിപ്പറയലിന്റെ വർത്തമാനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ലേ? ഇനി ചില ഹദീസുകളുടെ വേഗത്തിൽ കണ്ണോടിച്ചു പോകുമ്പോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിനൽ കബായിർ, വലിയ പാപങ്ങളിൽപ്പെട്ടതാണ്, വലിയ കുറ്റങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന്, ഒരു മനുഷ്യൻ അവന്റെ പിതാവിനെ ചീത്ത പറയുന്നത്. സഹാബത്ത് ചോദിച്ചു, നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ഉപ്പയെ ചീത്ത പറയുമോ, അവന്റെ ഉമ്മയെ ചീത്ത പറയുമോ? ഞാൻ വിശദീകരിക്കുന്നില്ല. പെട്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി, അതെ, ഒരാൾ മറ്റൊരാളുടെ വാപ്പയെ പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാളുടെ ഉമ്മയെ പറഞ്ഞാൽ അവന്റെ മാതാപിതാക്കളെ ചീത്ത പറയുന്നതിന് തുല്യമാണ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും പുണ്യകരമായ ശ്രേഷ്ഠകരമായ അമല് ഏതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ, അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ സഹാബത്ത് തിരിച്ചു ചോദിച്ചു, ഖാല, ചോദിക്കുന്ന സഹാബി ചോദിച്ചു, എന്താണ് ചോദിച്ചത്? സുമ്മ, പിന്നെ, പിന്നെ ഏതാണ് നബിയെ? പിന്നെ ഏത് കാര്യമാണ് നബിയെ? നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് വലിയ ശ്രേഷ്ഠകരമായ പുണ്യത്തിൽപ്പെട്ടതെങ്കിൽ പിന്നെ ഏതാണ്? അടുത്ത മറുപടി, സുമ്മ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്കുള്ള പുണ്യമാണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, സുമ്മ പിന്നെ ഏതാണ് എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്, യുദ്ധമാണ് എന്നല്ലതിന്റെ അർത്ഥം, ധർമ്മസമരമാണ്. ഇമാത്തത്തുൽ അദാനി തരീഖ്, വടിയിൽ നിന്നൊരു ഉപദ്രവം നീക്കൽ പോലും ജിഹാദിന്റെ ഏറ്റവും ചെറിയ പട്ടികയിൽപ്പെട്ടതാണ്. ശരി, അതിന്റെ ഏറ്റവും അവസാനത്തെ പട്ടികയാണ് ഈ രാജ്യത്തിന് ഇസ്ലാമികമായ ഒരു രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചാൽ അതിനുവേണ്ടി ഇസ്ലാമിക രാജ്യത്തുള്ളവർ ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നത്. ശരി, വേറെ വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഭാഗമാണ്, എന്റെ വിഷയം അതല്ല. അത് അവസാനത്തെ ജിഹാദിന്റെ അവസാനത്തെ ഖിതാൽ എന്ന് പറയുന്ന ഒരു പദവിയാണ്. ശരി, അതുപോലും
മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നതിന്റെ താഴെയാണ് എണ്ണിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് എന്ന് ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ പ്രവാചകന് വഹിയ് കൊടുത്ത അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ് പറഞ്ഞത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്. അവരോട് രണ്ടുപേരോടും ഉമ്മയോടും വാപ്പയോടും ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല എന്ന ഭാഗം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖുർആനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഉമ്മയുടെ സംതൃപ്തി മകൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ടാകുമോ? ആ ഉപ്പയുടെ സംതൃപ്തി മകൻ എന്ന നിലക്ക് മകൾ എന്ന നിലയ്ക്ക് എനിക്കുണ്ടാകുമോ? കഷ്ടപ്പെട്ടു വളർത്തി അല്ലേ, എത്ര പ്രയാസം സഹിച്ചു എന്റെ പെങ്ങന്മാരെ. ഉമ്മയുടെ ഗർഭപാത്രത്തിലെ മൂന്നിരുട്ടറക്കുള്ളിൽ ദാ വേദനയ്ക്ക് മേൽ വേദന സഹിച്ച് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് കഷ്ടപ്പെട്ട് ആ ഗർഭം ചുമന്ന് പ്രായമായപ്പോ 9 മാസമായപ്പോ അള്ളാഹുവിന്റെ നിമിത്ത പ്രകാരം ദാ കുഞ്ഞ് പ്രസവിച്ച് പുറത്തു വന്നു. അങ്ങനെ വന്നവരാ നമ്മളൊക്കെ. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിൽ 6-ാമത്തെ വചനത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്ര ഭാഗങ്ങളിൽ പരാമർശിക്കുന്ന ഒന്നാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. മൂന്നിരുട്ടറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രയാസം സഹിച്ച് ഉമ്മ ഗർഭം ചുമന്നു. എന്നിട്ടോ 2 വർഷക്കാലം 2 വർഷക്കാലം മെലിഞ്ഞൊട്ടിയ ഉമ്മ, തടിച്ച ഉമ്മ, സ്കെൽറ്റായ ഉമ്മ, പ്രായമുള്ള ഉമ്മ, പ്രായം കുറഞ്ഞ ഉമ്മ, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ പ്രസവം. ശരി, അതൊന്നും പ്രശ്നമാക്കാതെ തന്റെ കുഞ്ഞിനെ, എത്ര തടിയുള്ള കുഞ്ഞാണെങ്കിലും മെലിഞ്ഞ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിന് നൽകേണ്ട അമ്മിഞ്ഞ പാല്, നെഞ്ചിടത്തിന്റെ നീര് അതാ കുഞ്ഞിന് മാറോട് ചേർത്ത് പിടിച്ചു നൽകി. ആ കുട്ടി ഒന്ന് കരയുന്നത് ഉമ്മയുടെ വേദനയാണ്. തലയിണ ചുറ്റും വെച്ച് കട്ടിലിൽ കിടത്തിപ്പോയാലും ആ ഉമ്മക്ക് സമാധാനമാകുന്നില്ല. കിച്ചണിൽ നിന്ന് ഇടയ്ക്കിടെ വന്ന് നോക്കി എന്റെ കുഞ്ഞ്, എന്റെ മോന്, എന്റെ മോള് എന്ന് വിചാരിച്ച് ആ കുഞ്ഞിന്റെ കാലിനൊരു നീര് വന്നാൽ പിന്നെ നേരം പുലരുന്നത് വരെ ഉറങ്ങാതെ കാത്തിരുന്ന ഉമ്മ, ആ കുഞ്ഞിനൊരു തലവേദന വന്നാൽ ഉറങ്ങാതെ നേരം പുലരുവോളം കാത്തിരിക്കുന്ന ഉമ്മ, അങ്ങനെ വളർത്തി. ഉമ്മ അണിഞ്ഞൊരുങ്ങി എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങി പുറപ്പെടാൻ വിചാരിച്ചപ്പോ ഉമ്മയുടെ വസ്ത്രത്തിൽ മൂത്രിച്ചു പോയി, ഉമ്മയുടെ വസ്ത്രത്തിൽ കാട്ടിച്ചു പോയി. ഇല്ല, ഒരു പ്രാഗലിന്റെ വർത്തമാനം ഉമ്മ പറയുന്നില്ല. എന്തൊരു കഷ്ടമാണ്, കുരുത്തം കെട്ടവനെന്ന് പറയുന്നില്ല, പ്രാഗി പറയുന്നില്ല. കഴുകി വൃത്തിയാക്കി, കുഞ്ഞിനെ കഴുകി വൃത്തിയാക്കി, ഡ്രസ്സ് കഴുകി വൃത്തിയാക്കി ആ കുഞ്ഞിനെ തോളിലിട്ട് നടന്നു പോവുകയാണ്. ആ ഉമ്മക്ക് നേരെ തന്റെ കാലോങ്ങി ഉമ്മയെ ചവിട്ടാനോങ്ങുന്നവർ ദാ ആ ഉമ്മയുടെ വയറ്റത്തൊരു മുദ്രയുണ്ട്, നിന്റെ വയറ്റത്തും ഒരു മുദ്രയുണ്ട്. അതാണ് പൊക്കിൽ കൊടി എന്ന് പറയുന്ന മുദ്ര. ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറയിൽ കിടന്ന നേരത്ത് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു ഉമ്മ കടിച്ച ഭക്ഷണത്തിന്റെ വിറ്റാമിനുകളിൽ നിന്ന് പോഷകാഹാരങ്ങൾ ഒരു പൈപ്പ് ലൈൻ വഴി നിനക്ക് നൽകിയ, അതേ പൈപ്പിട്ട് നിനക്ക് നൽകിയ ആ ലൈൻ അവസാനിക്കുന്ന, അതല്ലെങ്കിൽ അതിനു വേണ്ട ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് അതൊരു പൊക്കിൽ കൊടിയായി മാറിയ ആ മുദ്ര ഉമ്മയുടെ നേരെ കാലോങ്ങുമ്പോ പറയുന്നുണ്ട്, അരുത് മോനെ, അരുത് മോനെ, അരുത് മോനെ. പക്ഷേ അതൊന്നും ലോകം കേൾക്കുന്നില്ല. ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? കേരളത്തിലെ ഒരു വൃദ്ധസദനത്തിൽ, ഞാൻ സമയം എന്റെ മുമ്പിൽ കുറവാണ്, പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. കേരളത്തിന്റെ ഒരു വൃദ്ധസദനത്തിൽ മോനും മരുമകളും കൂടി അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങളൊക്കെ വായിച്ച വാർത്തയാണ്. അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ്. അമ്മ വീൽ ചെയറിലാണ്. കാറിൽ നിന്ന് ഇറക്കി വീൽ ചെയറിൽ വെച്ച് അമ്മയെ വൃദ്ധസദനത്തിന്റെ ഗേറ്റിലൂടെ അതിന്റെ കാർ പോർച്ചിൽ കൊണ്ട് തള്ളി നിർത്തിയിട്ട് അതാ വൃദ്ധസദനം നടത്തുന്ന ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി ഫോം ഫില്ല് ചെയ്തു കൊടുത്ത് മരണം വരെ ഒരു ഫിക്സഡ് എമൗണ്ട് അവിടെ കൊടുത്താൽ, ഡെപ്പോസിറ്റ് ചെയ്താൽ ഇനി മരണം വരെ നോക്കാൻ അവർ റെഡിയാണ്. അങ്ങനെ ഈ കരാറിൽ ഒപ്പിട്ട് എമൗണ്ട് അമ്മയുടെ മുന്നിൽ വെച്ച് എണ്ണിക്കൊടുത്തു. മകനും മരുമകളും എണ്ണിക്കൊടുത്ത് അമ്മയതാ മകന്റെ കൈ അമർത്തി പിടിച്ചിരിക്കുകയാണ്. അമ്മക്ക് മനസ്സിലായി, ജനൽ കമ്പികളിൽ പിടിച്ച് പുതിയൊരു അതിഥി വന്നത് നോക്കി നിൽക്കുന്ന, എവിടെയൊക്കെയോ കിടക്കുന്ന പാവപ്പെട്ട അമ്മമാർ നോക്കി നിൽക്കുന്നത് കണ്ട ഈ അമ്മ വിദ്യാസമ്പന്ന
വിദ്യാസമ്പന്നയായ അമ്മ. ആ അമ്മക്ക് മനസ്സിലായി എന്റെ മകനും എന്റെ മരുമകളും കൂടി വൃദ്ധസദനത്തിന്റെ ഇരുട്ടറയിൽ കൊണ്ടാക്കി തിരിച്ചു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ അമ്മ മകനോട് ചോദിച്ചു, മോനെ നീ എന്നെ ഉപേക്ഷിക്കുകയാണ് മോനെ, മോനെ നീ എന്നെ ഉപേക്ഷിക്കുകയാണ് മോനെ, നീ എന്നെ ഉപേക്ഷിക്കുകയാണ് മോനെ. നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ടു വളർത്തി അച്ഛന് ജോലിയില്ലാത്ത സമയത്ത് പോലും കഷ്ടപ്പെട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ വയറിന്റെ പ്രശ്നം ഒരു പ്രശ്നമാക്കാതെ നിനക്ക് ഭക്ഷണം തന്നു വലുതാക്കി നല്ല ജോലി കിട്ടി, നല്ലൊരു കുടുംബിനിയെ കിട്ടി, നിനക്ക് നല്ല മക്കളായി, നിനക്ക് നീ എന്നെ ഉപേക്ഷിക്കുകയാണ് മോനെ. ഇപ്പൊ തിരിച്ചു വിളിച്ചാലും അമ്മ നിന്നോട് വെറുപ്പില്ലാതെ പോരാൻ റെഡിയാണ് മോനെ എന്ന് പറയുമ്പോ അമ്മയുടെ കൈ ആ മകന്റെ കൈവിരലുകളിൽ അമർത്തി പിടിച്ചിരിക്കുന്ന നേരത്ത് പ്രിയപ്പെട്ടവരെ അവനതാ അമ്മയുടെ വിരലുകൾ അടർത്തി മാറ്റി ശക്തിയിൽ മാറ്റി അവൻ നടന്നു പോവുകയാണ്. 5-6 സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങുമ്പോ അവനൊരു കല്ലിൽ തട്ടി മറിഞ്ഞു വീണു. വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശമൊക്കെ അമ്മ മറന്നു. എന്നിട്ടോ വീണുപോയ കല്ലിൽ തട്ടി വീണുപോയ മകന്റെ അടുത്തേക്ക് അമ്മയുടെ സർവശക്തിയും ഉപയോഗിച്ച് ഓടിച്ചെന്നിട്ട് അമ്മ ചോദിച്ചു, മോനെ വല്ലതും പറ്റിയോടാ, വല്ലതും പറ്റിയോടാ എന്ന് ചോദിച്ച് നിലത്തിരുന്ന് വീണ് കിടക്കുന്ന മകന്റെ തലയെടുത്ത് അമ്മയുടെ മടിത്തട്ടിൽ വെച്ച് അമ്മ ചോദിക്കുന്നു, കണ്ണുനീർ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, വാത്സല്യത്തിന്റെ കണ്ണുനീർ അമ്മയുടെ കണ്ണിൽ നിന്ന് കുടുകുടാ ഒലിച്ചിറങ്ങി ഈ മടിയിൽ തലവെച്ച് കിടക്കുന്ന മകന്റെ നെറ്റിത്തടത്തിലേക്ക് മുഖത്തും ഒറ്റി വീണിട്ട് അമ്മ തടവിക്കൊടുത്ത് ചോദിച്ചു, മോനെ വല്ലതും പറ്റിയോടാ, വല്ലതും പറ്റിയോ? അവിടെ നിന്ന് എഴുന്നേറ്റ് മകൻ പറഞ്ഞു, ഇല്ല. അമ്മയെ വീണ്ടും അമ്മയുടെ കൈ പിടിച്ച് വീൽ ചെയറിൽ കൊണ്ടുപോയിരുത്തി അതാ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന ആ മകനും മരുമകളും. പ്രിയപ്പെട്ടവരെ, ഈ ചിത്രം പത്രമാധ്യമങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മകനും ഈ മരുമകളും നടന്നു പോകുന്നത് വലിയ തീക്കുണ്ടാരത്തിലേക്കാണ്, ശാപത്തിന്റെ ലോകത്തേക്കാണ്, വെറുപ്പിന്റെ ലോകത്തേക്കാണ്. കണ്ടിട്ടുണ്ടവരുടെ മക്കള്, കണ്ടിട്ടുണ്ടവരുടെ മക്കള് ഈ അമ്മയെ ഇതാ വൃദ്ധസദനത്തിന്റെ കൂരിരുട്ടിൽ അടച്ച് തള്ളിയിട്ട് നടന്നു പോകുന്ന ഈ എന്റെ അച്ഛന്റെയും എന്റെ അമ്മയുടെയും സ്വഭാവ രീതി കണ്ടിട്ടുണ്ട് ആ മക്കള്. ഇല്ല, അധികം വൈകാതെ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. എന്റെ പെങ്ങന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ അനുജന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ. പ്രിയപ്പെട്ട എന്റെ പെങ്ങന്മാരെ, നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മ, നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഉപ്പ, എല്ലാറ്റിനും കാരണക്കാരവരാണ്. അള്ളാഹു നിശ്ചയിച്ചതാണ്. അവരാണ് നമുക്ക് ജന്മം നൽകിയത്, റബ്ബാണ് നമുക്ക് ജന്മം നൽകിയത്. കാരണക്കാരവരാണ്. ശരി, ആ ഉമ്മയും ആ വാപ്പയും ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഉമ്മയും ആ വാപ്പയും പ്രിയപ്പെട്ടവരെ കോടതിയിൽ വന്ന് നിൽക്കുകയാണ്. ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പെൺകുട്ടിയെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ശരിയാവാത്തതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ദാ വന്നു നിൽക്കുകയാണ് എറണാകുളത്തിന്റെ കോടതിയിൽ. 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടി വന്ന് നിൽക്കുകയാണ്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കോടതി വരെ ചോദിച്ചു പോയി, മോളെ നിനക്ക് 18 വയസ്സായി, നിന്റെ കാമുകനായി അറിയപ്പെടുന്നവന് 21, 22 വയസ്സായിട്ടുണ്ട്. ഇന്ത്യൻ നിയമപ്രകാരം നീ ഇവന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞാൽ നിന്നവന്റെ കൂടെ പറഞ്ഞേക്കാൻ കോടതി റെഡിയാണ്. പക്ഷേ കണ്ണീരൊലിപ്പിക്കുന്ന നിന്റെ ഉമ്മ, വേദനിക്കുന്ന നിന്റെ ഉപ്പ, തലതാഴ്ത്തി പിടിച്ചിരിക്കുന്ന നിന്റെ ഉപ്പ, സങ്കടം സഹിക്കവയ്യാത്ത നിന്റെ ഉമ്മ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, മോളെ കോടതി നിന്നോട് പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ കോടതിയോട് ഉമ്മ ആവശ്യപ്പെട്ടത്? എന്താ കോടതിയോട് വാപ്പ ആവശ്യപ്പെട്ടത്? ഒരു 15 ദിവസമെങ്കിലും മകളെ ഞങ്ങളുടെ കൂടെ ഒന്ന് പറഞ്ഞയക്കൂ. പക്വതയില്ലായ്മ കൊണ്ട് പ്രിയപ്പെട്ട കോടതിയോട് ഉമ്മ പറയാണ്, അബദ്ധം പറ്റിപ്പോയതാണ് അവളുടെ ഭാഗത്ത്, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ട് കോടതി ചോദിച്ചു, മോളെ ഈ ഉമ്മയും വാപ്പയും ഇവിടെയുണ്ട്, ബന്ധുക്കൾ ഇവിടെയുണ്ട്, കൂട്ടുകുടുംബക്കാർ ഇവിടെയുണ്ട്, നീ ഇഷ്ടപ്പെടുന്ന കാമുകനും ഇവിടെയുണ്ട്. ഉമ്മയുടെ കൂടെ തിരിച്ചു പോയിക്കോമോളെ, ഉപ്പയുടെ കൂടെ തിരിച്ചു പോയിക്കോമോളെ എന്ന് പറയുമ്പോ, വേണ്ട, ഇന്നലെ കണ്ട് പരിചയപ്പെട്ട കാമുകന്റെ കൂടെ പോവാനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ് കാമുകന്റെ കൈപിടിച്ച് ഉമ്മയെ പെറ്റുമ്മയെ പുറങ്കാല് കൊണ്ട് തട്ടി മാറ്റി ദാ കഷ്ടപ്പെട്ടു വളർത്തിയ ഉപ്പയെ ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ കോടതിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോ ഉമ്മയുടെ മഫ്ത അറിയാതെ മുകളിലേക്ക് ഇരുന്ന് കുടുകുടാ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് തുടച്ചിട്ട് ആ ഉമ്മയും വാപ്പയും അറിയാതെ ഒരു ശാപത്തിന്റെ വാക്ക് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയും തങ്ങുകയില്ലത്, എവിടെയും തടസ്സം നിൽക്കുകയില്ലത്. അത് നേരെ ആകാശത്തിന്റെ മേലാപ്പിലേക്ക്
ഈ ലോകത്തിന്റെ സൃഷ്ടാവായ, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ, അണ്ടകടാഹങ്ങളുടെ അധിപനായ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നേരെ ഡയറക്റ്റായി ഒരു തടസ്സവുമില്ലാതെ ഉയർന്നു പോയാൽ ദാ കേൾക്കണോ നിങ്ങൾക്ക്, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി എനിക്കും നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ആരുടെ തൃപ്തി ഉണ്ടാകണം? രക്ഷിതാക്കളുടെ തൃപ്തി എനിക്കും നിങ്ങൾക്കും കിട്ടണം. അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിന്റെ കോപമായി മാറാൻ ഹേതുവായി മാറുന്നത് മാതാപിതാക്കളുടെ കോപമാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി ശക്തമായി എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച കാര്യമാണ് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തിയായി മാറുന്നത്. മാതാപിതാക്കളുടെ കോപമാണ് അള്ളാഹുവിന്റെ കോപമായി മാറുന്നത്. ഉറവ് പറ്റാത്ത സ്നേഹത്തിന്റെ, സാഹോബിൻ ഏറ്റവും വാത്സല്യത്തിന്റെ, ആർദ്രതയുടെ അലിവിന്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് എന്റെ ഉമ്മ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയണം, എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്റെ ഉപ്പയുടെ സ്ഥാനം എന്താണ്, എന്റെ ഉമ്മയുടെ സ്ഥാനം എന്താണ്? ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ആരാധിക്കണേ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത ഉടനെ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്ന വർത്തമാനമാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനെ ആരാധിക്കണേ, അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, അല്ലാഹു തആല ഗുണദോഷിച്ചിട്ടുണ്ട്, മനുഷ്യരെ ഗുണദോഷിച്ചിട്ടുണ്ട്. എന്താണ് ഗുണദോഷിച്ചിട്ടുള്ളത്? ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് ഇഹ്സാന, നന്മ ചെയ്യണമെന്ന്. ആ ഉമ്മയുടെ പ്രയാസത്തെ അല്ലാഹു എടുത്തു പറഞ്ഞു, ആ ഉമ്മ അനുഭവിച്ച വേദനയെ അല്ലാഹു എടുത്തു പറഞ്ഞു. അതുകൊണ്ട് വന്ന് ചോദിച്ചില്ലേ നബിയോട്, നബിയേ എനിക്ക് അല്ലാഹും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ് എന്ന് ചോദിച്ചപ്പോ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി നിങ്ങളൊക്കെ ഹദീസിൽ നിന്ന് വായിച്ചതാണ്. അതേ അവിടുന്ന് പറഞ്ഞു, ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. പിന്നെയും ചോദിക്കുകയാണ്, വന്നാൽ സുമ്മൻ, പിന്നാരോടാണ്? ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, ആരോടാണ്? അവിടുന്ന് വീണ്ടും മറുപടി പറഞ്ഞു, സുമ്മൻ. അതേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നാലാമത് ചോദിക്കുമ്പോ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും, എന്താ? നിന്റെ ഉപ്പയോടാണ് എന്ന്. ഉപ്പയുടെ സ്ഥാനം കുറക്കാനല്ല, ഉപ്പയുടെ പദവി കുറക്കാനല്ല, ഉപ്പയോടുള്ള ആദരവ് കുറക്കാനല്ല. വേദനയ്ക്കുമേൽ വേദന സഹിച്ച ഉമ്മയുടെ ത്യാഗത്തെ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാനാണ് അല്ലാഹു തആലയുടെ പ്രവാചകൻ 3 തവണ ആവർത്തിച്ച് നൊന്ത് പ്രസവിച്ച ഉമ്മയെ എടുത്തുദ്ധരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയണം, ഞാനും നിങ്ങളും ഓർക്കണം. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അല്ലെങ്കിൽ പ്രത്യേകം ഓർക്കുവാൻ എനിക്ക് നിങ്ങളെ ഗുണദേശിക്കുവാനുള്ളത്, പ്രത്യേകമായ ഒരു ഗുണകാംക്ഷയോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഉമ്മ ആരാണ് എന്നറിയണം, ഉപ്പ ആരാണെന്നറിയണം. അവരെ പോലെ സ്നേഹം തരാൻ ഈ ഭൂലോകത്തെ മനുഷ്യക്കൂട്ടത്തിൽ ആരും എന്റെ മുമ്പിൽ ഇനി വന്നിട്ടില്ല, ഇനി വരികയുമില്ല എന്ന് ഓർക്കണം എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചൂലുകൊണ്ട് ഉമ്മയടിച്ച വാർത്തകൾ നിസാരമായി തോന്നിയേക്കാം, ചെരവ കൊണ്ടടിച്ചു കൊന്ന വാർത്തകൾ സുബ്ഹാനല്ലാഹ് സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ്, അല്ലേ? തെക്ക് ജില്ലയിൽ പിതാവിനെ 4 ഘട്ടങ്ങളാക്കി മുറിച്ചു മാറ്റുന്ന രംഗങ്ങള്, ഇതൊക്കെ നിങ്ങള് പത്രമാധ്യമങ്ങളിൽ വായിക്കുമ്പോ ക്രൂരതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മളത് വായിക്കുമ്പോ ഉമ്മയോട് ചെയ്യുന്ന വാക്ക്, വാപ്പയോട് ചെയ്യുന്ന വാക്ക് പറയാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന വേദഗ്രന്ഥത്തിന്റെ അനുയായികളാകുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ നമ്മൾ മാതാവിനോടും പിതാവിനോടും പ്രാഗി പറയുന്നതിന്റെ വർത്തമാനമെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നോർക്കണം എന്ന് ഞാൻ പ്രത്യേകമായി അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. ചെറുപ്പത്തിൽ എന്തൊന്നില്ലാത്ത വിശദീകരണങ്ങൾ ഒരിക്കലും വിശദീകരിച്ചാൽ തീരാത്ത വിധം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയുക, അല്ലാഹുവേ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണേ.
കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണേ. റബ്ബിർഹംഹുമാ, അല്ലാഹുവേ അവർക്ക് രണ്ടുപേർക്കും നീ കരുണ കൊടുക്കണേ. കമാ റബ്ബയാനി സഗീറാ, ഞങ്ങൾക്ക് നീ അല്ലാഹുവേ അവരെ കൊണ്ട് ചെറുപ്പകാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു തന്നിട്ടുള്ളത് അതൊക്കെ ഓർത്തുകൊണ്ട് ഏറെ വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്. മാതാപിതാക്കൾക്ക് കരുണ കൊടുക്കണേ, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകേണ്ടവരാണ് നമ്മൾ. പ്രായാധിക്യത്തിൽ നിൽക്കുന്ന ഉമ്മക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല, തുപ്പിക്കളയാനുള്ള ഒരു കോളാമ്പി അടുത്ത് കാണുന്നില്ല. ദാ മോനെ വിളിക്കുന്നു, മോനെ ദാ വായിൽ നിറഞ്ഞു നിൽക്കുകയാണ്, പെട്ടെന്ന് കൊണ്ടാന്ന് പറയുമ്പോ ഇടത്തെ കൈ അങ്ങ് നീട്ടിക്കൊടുത്ത് ഉമ്മ എന്റെ കയ്യിൽ തുപ്പിക്കോ എന്ന് പറയാൻ എന്റെയും നിങ്ങളുടെയും മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ? ഉമ്മയെ മനസ്സിലായിട്ടുണ്ടോ? ഉപ്പയെ മനസ്സിലായിട്ടുണ്ടോ? ഇനിയും വരുന്ന വിശദീകരണങ്ങളിലൂടെ ഇതിന്റെ ഭാഗമെന്നോണം പലതും നിങ്ങൾ കേൾക്കും. പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. കാരണം എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കാരണക്കാരാക്കി വെച്ച എന്റെ ഉമ്മയെയും വാപ്പയെയും വെറുപ്പിക്കുന്ന ഒരു വർത്തമാനം, അവരെ നിരാശരാക്കുന്ന ഒരു വർത്തമാനം, അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു വർത്തമാനം ഉണ്ടാവരുത്. പെങ്ങന്മാരോടൊരു ഉപദേശം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കോടതിയിൽ നിങ്ങൾ കേട്ട വാർത്തയില്ലേ? കോടതി ചോദിച്ചു ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ പോവണമെന്ന് ചോദിച്ചപ്പോ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയുടെ വാർത്ത, ഒരുപാട് സ്ത്രീകളുടെ വാർത്ത കേൾക്കുന്നുണ്ട് നമ്മൾ. ചിന്തിക്കുക. നൊന്ത് പ്രസവിച്ച ഉമ്മ, കഷ്ടപ്പെട്ടു വളർത്തിയ ഉപ്പ, ആ ഉപ്പയെ കണ്ണീര് കുടിപ്പിച്ച്, ആ ഉമ്മയെ വേദനിപ്പിച്ച്, അവരുടെ ഹൃദയം പൊട്ടുമാറ് വിങ്ങി വിങ്ങി കരഞ്ഞ് കോടതി മുറ്റത്ത് നിന്ന് അവർ ഇറങ്ങി പോകുമ്പോ അവർ തടസ്സമില്ലാത്തൊരു പ്രാർത്ഥന ആകാശ ലോകത്തേക്ക് ഉയർന്നാൽ ശാപമായി നമുക്ക് മാറും. അതൊരിക്കലും നമുക്ക് തീരാത്ത ശാപമായി മാറും. എന്റെ ഉമ്മയുടെ എന്റെ ഉപ്പയുടെ ശാപവർത്തമാനത്തിന് കാരണമാകുന്ന ഒരു പെട്ടെന്നൊന്നും ശപിക്കരുത് എന്നാണ് നമ്മൾ മാതാപിതാക്കളോട് പറയുക. ശരി, അവരുടെ ശാപത്തിനിരയാകുന്ന ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇന്നലെ വരെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷ വർത്തമാനങ്ങൾ പറയാത്തവർ, ഉമ്മക്ക് കൈകൊടുത്ത് ഒരു സലാം പോലും സന്തോഷത്തോടു കൂടി പറയാത്തവർ, ഹൈസക്കിന്റെ പ്രോജ്വലമായ വേദി വിട്ട് വൈകുന്നേരം ചെല്ലുമ്പോ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച്, ഉപ്പയെ കെട്ടിപ്പിടിച്ചു ഉപ്പയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച്, ദാ ഞങ്ങളൊരു മാറ്റത്തിന് വിധേയരായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഈ ഹൈസക്കിന്റെ സമ്മേളനം പ്രചോദനമാകട്ടെ എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.